എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷ് വീട്ടിലേക്ക് വരണ സമയത്ത് സ്വപ്നവലി രാമനാഥനും മഞ്ജിമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവരോട് വന്നിട്ട് മഹേഷ് ആ സന്തോഷയുടെ കാര്യങ്ങളൊക്കെ പറയണേ. ആദ്യം ഇന്ന് താൻ കണ്ടെന്നും തന്നെ കെട്ടിപ്പിടിച്ചവനെ ഉമ്മ വെച്ചെന്നൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാഥ് ചോദിച്ചു, സത്യമാണോ മോനെ പറയണേന്ന് ചോദിക്കാം. അതെ അച്ഛാ, സത്യ പറയണേ. ഞാനെന്തിനാ കള്ളത്തരം പറയണേ? സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ ഈ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഫോണിനകത്തുള്ള ഫോട്ടോസ് കാണിച്ചു കൊടുക്കണം. ആദ്യനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കുന്നതൊക്കെ ആ ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവലിക്ക് സന്തോഷമായി. എൻ്റെ മോനെ പതുക്കെയാണെങ്കിലും അവൻ നിന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയാണ്. അത് മതിയമ്മേ, എനിക്ക് സന്തോഷമായി. എത്രയാന്ന് വെച്ചാലും അവര് എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ഒരിക്കലും ആദ്യം എന്നിൽ നിന്ന് അകന്നു പോകാനൊന്നും പോകുന്നില്ല. അവൻ നല്ലവനാ, എൻ്റെ അരിയിലേക്ക് വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. പിന്നീട് രാമനാഥൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ഇഷിത ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം അത് ശരിയാ. ഇഷിത അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അവൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോയെന്ന് അറിയത്തില്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ അവൾക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് മുറിയിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത വരുവാണ്. ഇഷിത വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നു. ഇഷിതയുടെ കയ്യെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലല്ലേ, അതാ മോള് താമസിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം ഇഷിത ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവാനെ, തന്നോട് തന്നെയാണോ സ്വപ്നവല്ലിയമ്മ ഇത് പറയണേന്നുള്ള രീതിക്ക് പെട്ടെന്ന് ഇഷിത ചോദിച്ചു, എന്ത് പറ്റി അമ്മേന്ന് ചോദിക്കുക. അല്ല, എനിക്ക് മനസ്സിലാവും മോളുടെ ഹോസ്പിറ്റലിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ. അതെ, കഴിഞ്ഞ ദിവസം അങ്ങനെ പെരുമാറിയതിൽ സോറി കിട്ടോ മോളെ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാന്ന് പറയും. എന്ത് പറ്റി? പ്ലേറ്റ് ഇന്ന് തിരിഞ്ഞും വീണല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം. ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു, കേട്ടില്ല മോളെ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാന്ന് പറയണം. രാമനാഥൻ പറഞ്ഞു, വിശ്വസിച്ചോ, ധൈര്യമായിട്ട് വിശ്വസിച്ചോ, സ്വപ്നവലിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം. സ്വപ്നവലി പറഞ്ഞു, മോളെ അകത്ത് പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴത്തേനും കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കാമെന്ന് പറയണം. മഞ്ജു പറഞ്ഞു, അതെ, വിശന്ന് തളർന്ന് വന്നിരിക്കുമല്ലേ, പോയി കയ്യെ കഴുകി ഫ്രഷ് ആയിട്ട് വരാൻ പറയണം. ഒരു നിമിഷം അന്താളിപ്പോഴും ഇട്ടാണ് ഇഷിത ഇങ്ങനെ അവരെ നോക്കണേ. അല്ല, കൈ കഴുകി വന്നു കഴിയുമ്പോഴത്തേന് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകത്തില്ലോ അല്ലേന്ന് ചോദിക്കാം. രാമനാഥൻ പറഞ്ഞേ, ഒരു കാരണവശാലും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, മോള് ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുറി മഹേഷുണ്ട്. ഇഷിതേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത്? അല്ല, ഫുഡ് കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിച്ചില്ല. എന്നാൽ ബാ ഫുഡ് കഴിക്കാമെന്ന് പറയണം, എന്നിട്ട് പറയാമെന്ന് പറയാം. എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എനിക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു കമ്പനിയിൽ, അതുകൊണ്ട് എനിക്ക് വിശക്കണില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അതെ, ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. അപ്പോൾ അവന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാനും കുറച്ച് കഴിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് ഒന്ന് നോക്കി. പിന്നീട് മഹേഷ് ഇഷിതയോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് വേറൊന്നും അല്ല പറയാനുള്ളത്, വിനോദിനെ കുറിച്ചാന്ന് പറയണം. എന്താ വിനോദിനെ കുറിച്ചുള്ള ഇഷിതയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കും. വിനോദ് നല്ലവനാ, സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായ കാര്യമാണ്, അതിനിപ്പോൾ എന്താ ഇത്ര കുഴപ്പം? അല്ല, വിനോദ് നീയും തമ്മിൽ അടുപ്പത്തിലാണോ? കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. കാണുക മാത്രമല്ല സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം. ഇത് കേട്ടതപ്പം മഹേഷ് പറഞ്ഞു, അത് പിന്നെ ഈ വിനോദം ഉണ്ടല്ലോ എൻ്റെ അനിയനാന്ന് പറയണം. ഓ, അനിയനാണോ? ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയണം. എനിക്കറിയാം, നീ അറിഞ്ഞെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ല, സ്വപ്നവല്ലി അമ്മയുടെ രാമനാഥൻ അച്ഛൻ്റെ മോൻ തന്നെയാണോ ഈ വിനോദ് എന്ന് ചോദിക്കണം. അതെ, എൻ്റെ അനിയനാ, അവരുടെ മോനാന്ന് പറയണം. ഇത് കേട്ടതും ഇഷിതയെ നോക്കി മഹേഷ് പറഞ്ഞു, ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യം അതാണോ കാര്യം? ഒരു പക്ഷേ എങ്കിൽ ഇത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തേനെന്ന് പറയണം. ഇത് കേട്ടതും മഹേഷ് ചോദിച്ചു, എന്ത് തീരുമാനം? ഓ, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ കാര്യങ്ങളൊക്കെ അറിയണേ. പക്ഷെ വിനോദിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിനോദിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പിന്നെ എനിക്കിനിയിപ്പോൾ എൻ്റെ അനിയനാക്കി അങ്ങോട്ട് അംഗീകരിക്കാമെന്ന് പറയണം. മഹേഷിന് സന്തോഷമായി. ഇഷിത എതിർപ്പൊന്നും പറഞ്ഞില്ലോ, അല്ലെങ്കിൽ ചിലപ്പം തനിക്കത് വിഷമമായേനം എന്ന് മഹേഷ് ചിന്തിക്കുകയാണ്. ഈ സമയം ഇഷിത പറഞ്ഞു, വിനോദിനെ എനിക്കിഷ്ടമാണ്, അവൻ്റെ സംസാരത്തെയും പെരുമാറ്റത്തെന്നും എനിക്കത് മനസ്സിലായ കാര്യം, അവൻ നല്ലവനാണെന്നും എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറയണം. പിന്നീട് മഹേഷ് പറഞ്ഞു, ഇത്രയും കാലം തന്നോടത് പറയായിരുന്നതിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം. എന്തിന്? അതിനകത്തൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് ഇഷിത പറഞ്ഞു, അത് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറയണം. എന്ത്? അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് താമസിച്ച് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കാരണമുണ്ട്. ഒരു ആക്സിഡൻ്റ് ആയിട്ടൊരു കുട്ടി അവിടെ വരുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ഇഷിത ആ കാര്യങ്ങളൊക്കെ പറയണം. അന്ന് രാത്രി വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടായതും അതിനുശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ ഓർമ്മശക്തി പോയതും
അവൻ്റെ അമ്മയായിട്ട് താനിപ്പം നിൽക്കുന്നതൊക്കെ. പിന്നീട് ഇഷത പറഞ്ഞു, അവൻ്റെ അമ്മ ഇപ്പം ഞാനാന്ന് അവൻ്റെ വിചാരം. അവന് ഞാനൊരു പേരിട്ട് ഇഷാദ്, ഞാനിട്ട പേരാ. അവനെ ഞാൻ അങ്ങനെ വിളിക്കണേ. അവനെ രാത്രി ഉറക്കി കിടത്തിയിട്ടാണ് ഞാനിങ്ങോട്ട് പോരണേന്ന് പറയാണ്. പിന്നെ രാവിലെ അവൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ സമാധാനമാണെന്ന് പറയണം. പിന്നെ അത് മാത്രമല്ല, അവൻ അവൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. അച്ഛൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അച്ഛനാന്ന് പറഞ്ഞു. അത് എനിക്ക് അങ്ങനെ ഒരു അവസരത്തെ അങ്ങനെ പറയാനായിട്ടാണ് തോന്നിയത്. അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടുമ്പോൾ ഇതൊന്നും അവൻ ഓർക്കില്ല, ഇതെല്ലാം അവൻ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. മഹേഷ് എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടണം? നിന്റെ മനസ്സ് കാണാതെ പോയത് ഞാനാണ്. ഇത്ര നല്ലവളാന്ന് നീ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടതെന്ന് പറയാണ്. അങ്ങനെ സന്തോഷമായി. ഈ സമയം രാത്രിയിൽ ആകെപ്പാടെ വല്ലാത്ത കട്ടക്കലിപ്പിലാണ് രചന. അവനെക്കുറിച്ചുള്ള ആദ്യയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല. അപ്പം അവനെ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. നേരെ ആകാശിൻ്റെ അടുത്തേക്ക് വന്നു. ആകാശിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആകാശേ, ആദിക്ക് എന്ത് സംഭവിച്ചേ? എനിക്കറിയില്ല എന്ന് പറയണം. അതിപ്പോൾ അവൻ എന്ത് സംഭവിക്കാൻ, അവൻ സ്കൂളിലുണ്ടല്ലോ എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയണ്ട. അവൻ സ്കൂളിലുണ്ട്. എങ്ങനെയാ മഹേഷ് അവൻ്റെ ഫോട്ടോ എടുക്കുന്നത്? അത് പിന്നെ പഴയ വല്ല ഫോട്ടോ അടിക്കുമെന്ന് പറയണം. പഴയ ഫോട്ടോ? അതെ, അങ്ങനെ ആ വഴിയില്ലല്ലോ. പഴയ ഫോട്ടോ എങ്ങനെയാണെന്ന് ചോദിക്കുക. 6 വർഷമായിട്ട് മഹേഷ് അവനെ കണ്ടിട്ടില്ലോ എന്ന് പറയാം. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അത് ചിലപ്പം നീ ആ ഫോട്ടോ ശ്രദ്ധിച്ചോ? അതിനകത്ത് അവൻ എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് മഹേഷിനോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ആദ്യം അങ്ങനെയാണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണം. ഇത് കേട്ടപ്പം രചനയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. പെട്ടെന്ന് തന്നെ ആകാശ് പറഞ്ഞു, നീ വിശ്വസിക്കാൻ പറയണം. രചന പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. ഇതിപ്പോൾ ആകാശ് പറഞ്ഞു, ഇപ്പോഴത്തെ AI ക്യാമറയിലേക്ക് ഇതല്ലേ, അപ്പോൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് അവൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തായിരിക്കും ഉമ്മയൊക്കെ വെക്കുന്നത്. നീ അത് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ വിളിക്കണം. ഞായറാഴ്ച ആവട്ടെ എന്ന് പറയണം. വേണ്ട, എനിക്ക് എൻ്റെ മോനെക്കുറിച്ച് അറിയണം. എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക, എൻ്റെ മോനെ കാണില്ലെന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാ രചന ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയണം. അവസാനം SI ജോർജിനെ വിളിക്കുകയാണ് ആകാശ്. ആകാശ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജോർജ് ചോദിച്ചു, എന്താ ആകാശ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറയാൻ വന്നപ്പോഴത്തേനും രചന പെട്ടെന്ന് ഫോണങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചു. അത് പിന്നെ സാറേ, ഞങ്ങളുടെ മോൻ മിസ്സിങ് ആണെന്ന് പറയണം. മോൻ മിസ്സിങ് ആണോ? എത്ര ദിവസമായി? പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. ഊട്ടിലെ സ്കൂളിലേക്ക് ആകാശ് കൊണ്ടുവിട്ടതും അതിന് ശേഷം അവനെക്കുറിച്ചുള്ള അറിവില്ല എന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോർജ് ഞാൻ അന്വേഷിക്കാന്നൊക്കെ പറയാണ്. ഈ സമയം ആകാശിന് സഹിച്ചില്ല. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, ഇതേ രചന, നീ വേണമെങ്കിൽ അയാളെ വിളിച്ചു പറ, അന്വേഷണമൊന്നും വേണ്ടെന്ന്. അന്വേഷണമൊക്കെ നടത്തി എന്നെ നാണം കെടുത്താനാ നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തില്ലെന്ന് പറയാം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രചനയ്ക്ക്. രചന ഇത്രയ്ക്കൊരു ഇത് പ്രതീക്ഷിച്ചുമില്ല. പിന്നീട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം വിനോദ് വന്നിട്ടുണ്ടായിരുന്നു. വിനോദ്, ഇഷിതയും മഹേഷും ഒക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന രാമനാഥനും ഉണ്ട്. ആ സമയം ഇഷിത ചോദിച്ചു, അല്ലമ്മേ, ഞാനിപ്പോൾ ആണുങ്ങളോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. മോൾക്ക് ധൃതിയുള്ളല്ലേ? എനിക്ക് മനസ്സിലായി. അത് മോൾ ഡോക്ടറല്ലേ, മോൾക്ക് പെട്ടെന്ന് ചെല്ലണ്ടേ, അതുകൊണ്ടാ അമ്മ അവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞ്. ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഇരുത്തില്ലായിരുന്നു. ഇത് കേട്ടത് ഇഷിത ചിരിക്കുകയാണ്. പിന്നീട് ഇഷിത പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ച എന്താണെന്നറിയാവോ? ഒരു കുട്ടി ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സിഡൻറ്റ് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. തൻ്റെ കാറ് തട്ടിയതും അതിനുശേഷം അവന് ബോധമില്ലാതെ വന്നതെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി പറഞ്ഞു, പാവം കുട്ടി. രാമനാഥൻ പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴും മോളെ, ഇപ്പം അവന് ബോധമൊന്നുമില്ല. ബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം തെളിഞ്ഞു, പക്ഷെ ഓർമ്മയൊന്നും ഇല്ലയെന്ന് പറയണം. അവൻ്റെ ഓർമ്മയൊക്കെ പോയെന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ? അവൻ്റെ അച്ഛനും അമ്മേനെയും തിരിച്ചേൽപ്പിക്കുന്നോളം വരെ അവനോടൊപ്പം ഞാനുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞാനാ നിൽക്കണമെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് സ്വപ്നവലി പറഞ്ഞു, നീ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം മോളെ എന്ന് പറയണം. പിന്നീട് വിനോദും ഇഷിതയും കൂടെ സംസാരിക്കുകയാണ്. ഈ സമയം സ്വപ്നവലി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മരുമോൾ എത്ര നല്ല പാവമാണെന്നുള്ള കാര്യം തിരിച്ചറിയുമായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വിനോദും ഇഷിത അങ്ങനെ അവരെല്ലാം യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്ത് സ്വപ്നവല്ലിയുടെ യാത്ര പറഞ്ഞ് വിനോദം ഇറങ്ങുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ രാമനാഥൻ പറഞ്ഞു, സ്വപ്നം, എനിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയണം. അത് പിന്നെ മാറ്റമില്ലാതിരിക്കുമോ? എൻ്റെ മരുമോൾ അത്രയ്ക്ക് നല്ലതല്ലെന്ന് ചോദിക്കും. മരുമോൾ പറഞ്ഞു കേട്ടോ, അമ്മായിമ്മയ്ക്ക് വണ്ണമൊക്കെ കുറഞ്ഞെന്ന്. പിന്നെ അമ്മായിമ്മ 4 നേരം എന്നുള്ളത് 8 നേരം ഇപ്പോൾ ഫുഡ് കഴിക്കാന്നുള്ള കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ രാമനാഥൻ പറയാണ്. ഈ സമയത്ത് സുമിത്ര ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്കും പ്രിയാമണി ചോദിച്ചു, അല്ല നീ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം നിൻ്റെ ചേച്ചിയോട് പറഞ്ഞു എന്ന് ചോദിക്കും. അതെ, ഇഷിതേച്ചിക്ക് 100 കൂട്ടം വേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണോ എന്ന സമയം? അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുന്നതല്ലേ, ജോലി കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അതല്ല മോളെ, എൻ്റെ ഇളയച്ച അതിനകത്തൊന്നും ഒരു കഥയില്ല. ഇഷിതേച്ചാണെങ്കിൽ അവിടെ സ്വപ്നവല്ലിയമ്മയുടെ അടുത്ത് എങ്ങനെ പിടിച്ചു വയ്ക്കുന്നോർത്തിരിക്കുമ്പോഴാണ് എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയണം. അപ്പോഴേക്കാണ് ഇഷിത അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.